അത് പ്രശ്നമാണല്ലോ. പ്രശ്നോ? എന്താ എന്താ അവിടെ? അയ്യോ, കുട്ടി അറിഞ്ഞില്ലേ? നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും വിവാഹ ഡോക്യുമെന്ററിയിൽ അനുവാദമില്ലാതെ സിനിമയുടെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ധനുഷ്. വരാനുള്ളത് വല്ല വിധേനയും വഴി തങ്ങുന്നു കരുതി, പക്ഷെ നടന്നില്ല. അനുമതിയില്ലാതെ നാനും റൌഡിദാൻ സിനിമയുടെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചത് എന്നെ കൊണ്ടൊന്നും പറയരുത്. പകർപ്പവകാശ ലംഘനം എന്ന് ധനുഷിന്റെ നിർമ്മാണ കമ്പനി അറിയിക്കുന്നു. എനിക്കിനി മേലും കീഴ് നോക്കാനില്ല. ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ സിനിമയുടെ ദൃശ്യങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ധനുഷ് നയൻതാരയ്ക്ക് നോട്ടീസ് അയച്ചിരുന്നു. എന്തോ നാടാ ഇത് നിങ്ങൾ തമ്മിൽ? ട്രെയിലർ ഇറങ്ങിയപ്പോൾ മുതലുള്ള പ്രശ്നമാണ്. പക്ഷേ നെറ്റ്ഫ്ലിക്സ് അത് റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഈ ധനുഷും നയൻതാരയും തമ്മിലുള്ള പോരിപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് നിയമ വ്യവഹാരങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ? ഇനി നടക്കപ്പോറത് യുദ്ധം. വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത് നയൻതാര അഭിനയിച്ച് ധനുഷ് നിർമ്മിച്ച നാനും റൌഡിത്താൻ എന്ന സിനിമയുടെ ദൃശ്യങ്ങൾ അതിൽ ഉപയോഗിക്കരുത് എന്ന് കാട്ടി ധനുഷ് നോട്ടീസ് അയച്ചിരുന്നു. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്നാലും ആശ എനിക്കിട്ട് അങ്ങനെ പറയണ്ടായിരുന്നു. അന്ന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ധനുഷിന്റെ നോട്ടീസ്. ഇതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നേരിട്ട് എന്ന് ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചു. മണ്ണാങ്കട്ട. ഈ വിഷയത്തിൽ ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി നയൻതാരയ്ക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ടാന്ന്. ഇപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ കേൾക്ക്, ഞാനൊരു സത്യം പറയാം. ധനുഷ് വൈരാഗ്യബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നത് തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളുമായി നയൻതാര തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ തുറന്ന കത്തെഴുതി വന്നിരിക്കുന്നു. ഇതിപ്പോൾ പകർപ്പവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസ് നടപടികളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പുതിയ വാർത്ത. ഞാൻ പോകുന്നു. ബൈ ബൈ.